പേരൻസിന് $10,000 ഇട്ട് കഴിഞ്ഞാലും പിള്ളേർക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റും. ഈ 5% ഡിപ്പോസിറ്റ് അത് കിഡ്സ് ഈ സ്റ്റുഡൻസിന് കിട്ടുമോ? കാഷ്വൽ ജോലി ഉള്ളവർക്ക് ലോൺ കിട്ടാൻ എങ്ങനെയുണ്ട്? കാഷ്വൽ ജോലി ആണെങ്കിൽ 6 months, പെർമനന്റ് ജോലി ആണെങ്കിൽ ഈവൻ പെർമനന്റ് കോൺട്രാക്ട് വിത്ത് 1 pay slip അത് മതി. ഇത്രയും പെട്ടെന്ന് മാർക്കറ്റ് കയറുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ 1-2 പേര് വീട് വിറ്റു 200,000 ഒക്കെയാണ് അവർക്ക് ഗ്രോത്ത് കിട്ടിയത്. സ്റ്റഡിന് വേണ്ടി എടുത്ത ആ ലോണുകൾ പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റും. ഫീലിംഗ് പ്രൗഡ് അവർക്കും അതെ, പാരൻസിനും അതെ. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയ വന്നിട്ട് കുറേ നാളായി. നമ്മുടെ മക്കളെല്ലാം വളർന്നു തുടങ്ങി. അവർക്ക് ഏകദേശം ഇൻകം ഏൺ ചെയ്യാവുന്നൊരു പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടി മേടിക്കാൻ സാധിക്കുന്നത്, ആ ഒരു പേരൻ്റ് എന്ന നിലയിൽ നമുക്കെങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. നമ്മുടെ കൂടെ ഉള്ളത് ജോയിയാണ്. അദ്ദേഹം ഒരുപാട് നാളായിട്ട് മോർഗേജിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കോളുകൾ കിട്ടാറുണ്ട് പേരൻസിൽ നിന്ന്. എങ്ങനെ എനിക്ക് എൻ്റെ മക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും, ഒരു ഏർലി എൻട്രി ഇതിലേക്ക് സാധിക്കും, ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിലേക്ക്. അത് താമസിക്കാനായിട്ടായാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ജോയി അതേക്കുറിച്ച് നമ്മളോട് വളരെ വിശദമായിട്ട് സംസാരിക്കും. ജോയി നമസ്കാരം. നമസ്കാരം. എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നതല്ലേ? നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നാളായി. കുറേ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാവർക്കും തന്നെ 20 വയസ്സിനോട് അടുത്തു. പലർക്കും 20 വയസ്സ് കഴിഞ്ഞു. പലതും ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ കല്യാണം കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അറിയേണ്ടത്, ഒരു പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് എന്ന് കിഡ്സിന് വീട് മേടിക്കാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ കിഡ്സിന് വീട് മേടിക്കുമ്പോഴത്തെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ജോയിയുടെ അഭിപ്രായം എന്താണ്? ഒരു 2005 ശേഷമായിട്ടായിരിക്കും മലയാളികൾ കൂടുതലായിട്ടും ഓസ്ട്രേലിയയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്ന ആദ്യത്തെ ജനറേഷനിൽ വന്ന ആൾക്കാരുടെ മക്കളൊക്കെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെല്ലാം കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിച്ച ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് എങ്ങനെ പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് ഈസി ആയിട്ട് കയറാം എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അത് നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് അവരെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതായത് ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിന് മുമ്പ് അവർ ഫിനാൻഷ്യലി അവരെ ബോധ്യപ്പെടുത്തണം. എന്തിന് നമ്മൾ പ്രോപ്പർട്ടി മേടിക്കണം, എപ്പോൾ മേടിക്കണം, അതിൻ്റെ ഉപയോഗം എന്താണ്, പ്രോപ്പർട്ടി മേടിക്കുന്നത് കൊണ്ട് എന്നുള്ള കാര്യങ്ങളല്ലേ? അതെ. അതല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വമില്ലാതെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇട്ടിട്ട് പോകും. എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പേരൻസിന് തന്നെ തീരുമാനിക്കാവുന്നതുള്ളൂ, എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. ഇതേക്കുറിച്ച് സംസാരിക്കുക. ഒന്നെങ്കിൽ നിങ്ങളതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ കൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക പിള്ളേരെ, അല്ലേ? ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ. ഒരു ഏർലി എൻട്രി എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഒരു പേരൻസ് എന്ന നിലയിൽ എന്ത് ഹെൽപ്പാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ആദ്യമായിട്ട് പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഹാർഡായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് പാരൻസിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അത് പല ഓപ്ഷനുണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട ഡെപ്പോസിറ്റ്, അവർക്ക് കുറച്ച് സേവിങ്സ് കാണും, പിന്നെ അതിനോട് കൂടി കുറച്ച് ഡെപ്പോസിറ്റിനുള്ള പൈസ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ആ ഗിഫ്റ്റ് ഒരു ചെറിയൊരു വിത്തൗട്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വിത്ത് ഒരു മിനിമൽ ഇൻട്രസ്റ്റോട് കൂടി അവർക്ക് ലോണായിട്ട് കൊടുക്കുക. പിന്നെ വേറെ ഓപ്ഷൻസൊക്കെ ഉള്ളത് ഇച്ചിരി കൂടിയും ബുദ്ധിമുട്ടുള്ള ഇതാണ്, കുറച്ചുകൂടി റിസ്ക് കൂടിയതാണ്. അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഓൾറെഡി ഇക്വിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കുടെ ലോണിന് നമുക്ക് ഗ്യാരണ്ടർ ആവാം. പക്ഷേ അത് കുറച്ചും കൂടി റിസ്ക് കൂടിയതാണ്. എന്തെങ്കിലും ലോൺ ഡിഫോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും കൂടിയും അതിന് ഈ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ആൾ കൂടി അതിന് ഉത്തരവാദിയാണ് ലോൺ റീപേയ്മെൻറ്റിന്. അപ്പോൾ ലോൺ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവർ ബാങ്കുകാർ ഫസ്റ്റ് ആ വാങ്ങിയ പ്രോപ്പർട്ടി ഇത് ചെയ്യും. അതുകൊണ്ട് മതിയായില്ലെങ്കിൽ നമ്മൾ ഗ്യാരണ്ടർ നിൽക്കുന്ന പ്രോപ്പർട്ടീനെയും അവർ ആക്ഷൻ എടുക്കും. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. വേറൊരു മെത്തേഡാണ് ഫാമിലി ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വാങ്ങാമെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മളും പിന്നെ ഈ കുട്ടികളും അതിൻ്റെ ട്രസ്റ്റി ആയിരിക്കും. പക്ഷെ പിന്നെ അതും എഗെയിൻ ഒരു റിസ്കി ഒരു സ്ട്രക്ചറായിരിക്കും. കാരണം അതിന് ടാക്സ് ലയബിലിറ്റി ഉണ്ട്.
പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ട്രസ്റ്റ് ആണെങ്കിൽ ആ ഫാമിലി ട്രസ്റ്റിൻ്റെ ഇതിൻ്റെ തുടർച്ച നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ളതാണ്. പിന്നെ ബോറോവർ ആവാം, വേണമെങ്കിൽ നമ്മൾക്ക് ഈ പാരൻസിനും കുട്ടികൾക്കും കൂടി ബോറോയിങ് നടത്താം. അത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അതിന് ഫുൾ നമുക്ക് അവർക്ക് ലോൺ സർവീസിങ് ബുദ്ധിമുട്ട്, അതായത് അവർക്ക് വേണ്ടത്ര ഇൻകം ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പാരൻസിൻ്റെ ഇൻകം കൂടി യൂസ് ചെയ്തിട്ട് ലോൺ നേടുക, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ബോറോയിങ് എന്ന് പറഞ്ഞ പരിപാടി. അതിനും റിസ്ക് ഉണ്ട്. ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുടെ സേവിങ്സിനോട് കൂടി നമ്മൾ കുറച്ച് ഡെപ്പോസിറ്റിനുള്ള പൈസ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ മറ്റുള്ള മെത്തേഡുകളൊക്കെ ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സാഹചര്യം അനുസരിച്ചിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ, പിന്നെ അതുപോലെ തന്നെ ലീഗൽ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസ് എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിൽ ബാങ്കുകാരും അങ്ങനത്തെ ഗ്യാരണ്ടർ മെത്തേഡിൽ ബാങ്കുകാരും അത് ലീഗൽ അഡ്വൈസൊക്കെ ചോദിക്കും. അല്ലേ? ഇപ്പോൾ ജോയി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് അവൻ എന്നോട് പറഞ്ഞതാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ പയ്യന് 20 വയസ്സാകണ്ടേ ഉള്ളൂ. 20 വയസ്സുള്ളപ്പോൾ തന്നെ അവന് വീട് മേടിച്ചു. അവർ രണ്ടുപേരും കൂടെ എഗ്രി ചെയ്തിട്ടാണ് വീട് മേടിച്ചത്. അവൻ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് വീട് മേടിച്ചത്. പക്ഷേ അവന് മകന് പാർട്ട് ടൈം ജോലിയായിരുന്നു. ഇപ്പം പേരൻറ്റും കൂടെ പൈസ ഗിഫ്റ്റായിട്ട് കൊടുത്ത് നിന്നാണ് മേടിച്ചത്. പ്രശ്നം എവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് ആദ്യ കുറേ കാലത്തേക്ക് ഒരു 5-6 മാസത്തേക്ക് കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പോയി. പക്ഷേ അതിനുശേഷം ഇച്ചിരി മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അതിനെ പറ്റുന്ന വർക്കേഴ്സിനെ കിട്ടിയില്ല. അത് കുറേ ഡിലേ ചെയ്തു. അതിനുശേഷം പലവട്ടം അന്വേഷിച്ചിട്ടും വർക്കേഴ്സിനെ കിട്ടിയില്ല. ഇച്ചിരി റിമോട്ടായിട്ടുള്ള ഏരിയയിലായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, പയ്യൻ കുറേ നാൾ ആയിട്ട് ഡെപ്പോസിറ്റ് റിപ്പയർ ചെയ്യാത്തത് കൊണ്ട് അവിടെയുള്ള ടെനൻ്റ് അത് ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ അതൊരു സ്ട്രെസ് അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും മകനും 2 കൈയും പൊക്കി. അവനും പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അപ്പൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ശരിക്കും പിള്ളേരെ ആദ്യമേ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടിയുള്ള വീടാണെങ്കിലും, അതല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം ഇത് വെൽത്ത് ക്രിയേഷനായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് എങ്ങനെ പോയാലും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ഒരിക്കലും നടക്കില്ല. പക്ഷേ ഏറ്റവും ഏർലി ഇതിനകത്ത് കയറുക, അത് ഈ പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഏറ്റവും ഏർലി കയറുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ള സംഭവം. നമ്മൾ വളരെ വയസ്സായിട്ട് വേണം ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷനിൽ ഗുഡായിട്ടുള്ള ഡാറ്റയൊക്കെ മീറ്റ് ചെയ്ത് എൻട്രി ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ജോയി, അതാണ് എനിക്കിത് പറയാൻ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്. നമ്മൾ ഈ ഗിഫ്റ്റായിട്ട് പൈസ നമുക്ക് മേടിക്കാം പേരൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ പേരൻറ്റിന് കൊടുക്കാൻ താല്പര്യവും കാണും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മക്കൾ എങ്ങനെയായാലും ഒരു വീട് മേടിക്കണം. കാരണം നമ്മൾ വന്ന ഹാർഡ്ഷിപ്പ് നമുക്കറിയാം, അല്ലേ? ഈ പേരൻറ്റ് അത് എങ്ങനെയാണ് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച്, അതായത് ജോയി ആദ്യം തന്നെ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുമോ? നിങ്ങൾ പിള്ളേരുമായിട്ട് സംസാരിച്ച് എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് വീട് മേടിക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്? മിക്കവാറും ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു മേഖലയിലേക്ക് ജോലിയിലേക്ക് കയറിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും കൂടി കുറച്ച് ധാരണകൾ വരും. പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഐഡിയാസ് നമ്മൾ കൊടുക്കുക. എങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കാം, എങ്ങനെ വെൽത്ത് ക്രിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അവരെ സ്ലോലി ഇത് ചെയ്യാം. അത് അവരും കുറേയൊക്കെ ആയി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഈ നമുക്ക് അവർ വീട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് നമുക്കും വേണം. ആ ഒരു അവസ്ഥയിലേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം, അവരെ ഹെൽപ്പ് ചെയ്യാം, ഇതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അവർക്ക് ചിലപ്പോൾ കുറച്ച് സേവിങ്സ് കാണും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റ് കൂടിയും കൊടുത്ത് പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് മേടിക്കുക. പിന്നെ ഇവർക്ക് ചെയ്യാൻ ഇങ്ങനെ പാരൻസിൻ്റെ കൂടെ ഈ കുട്ടികൾ താമസിക്കുന്ന സമയത്ത് അവർക്ക് ലോൺ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പാരൻസിൻ്റെ കൂടെ അവർ സ്റ്റേ ചെയ്യുമ്പോൾ അവർക്ക് ബാങ്കുകൾ ഒരു നോമിനൽ റെൻറ്റും അതുപോലെ കുറഞ്ഞ ജീവിത ചെലവോ ബാങ്കുകൾ കണക്ക് കൂട്ടുന്നുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ എമൗണ്ട് ലോൺ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെൻറ്റും ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ലോൺ കിട്ടും. അപ്പോൾ അവർക്ക് ചെറിയ പ്രോപ്പർട്ടികൾ, അതായത് ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ചിന്തിക്കണമല്ലോ, എവിടെയാണ് നമുക്ക് റെൻ്റൽ ഈൽഡ് ഉള്ളത്, എവിടെയാണ് ക്യാപിറ്റൽ ഗെയിന് ഫ്യൂച്ചറിൽ ചാൻസ് ഉള്ളത്. അങ്ങനെയുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രോപ്പർട്ടി എപ്പോഴും വാങ്ങാൻ നോക്കും. ഒത്തിരി ഓവർ പ്രൈസഡായിട്ടുള്ള പ്രോപ്പർട്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ ഹൈലി നെഗറ്റീവ് ഗിയർഡായിരിക്കാം. അപ്പോൾ പിന്നെ അവർക്ക് റീപേയ്മെൻറ്റ് ഇതെല്ലാം ബുദ്ധിമുട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ എന്തെങ്കിലും ഈ മെയിൻ്റനൻസോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഒരു ജോബ് മാറുകയാണ്, അപ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ട്രാൻസിഷൻ പീരീഡിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ എന്തായാലും പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മറ്റു ബെനിഫിറ്റുകൾ എന്തൊക്കെയാണുള്ളത്? ഫീലിംഗ് പ്രൗഡ്, അവർക്കും അതെ പാരൻസിനും അതെ, അവരത് മാനേജ് ചെയ്യുന്നു. അവർക്ക് പിന്നെ അവർ ഏൺ ചെയ്യുന്ന മണി ഒരു നല്ലൊരു രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ വെൽത്ത് ക്രിയേഷൻ. പിന്നെ ഇങ്ങനെ എളുപ്പത്തിൽ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ടല്ലോ. ഹോളിഡേ പോവാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്കിടെ ഹെൽപ്പ് ലോണുകൾ, സ്റ്റഡിന് വേണ്ടി എടുത്ത ആ ലോണുകൾ പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അവർക്ക് മണി മാനേജ്മെൻറ്റ് സ്കില്ല് വരും. എങ്ങനെയാണ് ഒരു സംഭവം മാനേജ് ചെയ്തു പോകുന്നത്, എങ്ങനെ അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ അവർ കുറച്ചും കൂടിയും ഗ്രാജ്വലി ആ ഒരു ഫിനാൻഷ്യൽ സൈഡിൽ അവർ കുറേ കൂടിയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരും. ഞാൻ നിർബന്ധിച്ചെന്ന് വേണമെന്ന് പറയാം. 2023 അല്ലെങ്കിൽ 24 തുടക്കത്തിലൊക്കെ ഇതുപോലെ ഇങ്ങനെ യങ് ജനറേഷനിൽ ഉള്ള ആൾക്കാരെ അവരുടെ പാരൻസിൻ്റെ ഹെൽപ്പോടുകൂടി പെർത്തിൽ പ്രോപ്പർട്ടി വാങ്ങാൻ സഹായിച്ച 2-3 പേർക്ക് ഇപ്പോൾ അവർ 1-2 പേര് വീട് വിറ്റു 200,000 അവർക്ക് ഗ്രോത്ത് കിട്ടിയത്. പ്രോഫിറ്റ്. അതന്നെ അതൊക്കെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്പോട്ടിൽ മേടിച്ചുകൊണ്ടാണ്. അപ്പം അത് അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവരുടെ പേരൻസും എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അല്ലേ. ഇതിൽ കുറച്ച് റിസർച്ച് വേണം. പിന്നെ നമ്മുടെ ചില ജനറേഷൻപ്പെട്ട ചില ആൾക്കാർക്ക് ഒരു ധാരണയുള്ളത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ആണെങ്കിൽ ആ ഗുണമുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ധാരണകൾ നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ ഇതിനകത്ത് എക്സ്പെർട്ടായിട്ടുള്ള പ്രോപ്പർട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുക, കൂടുതൽ റിസർച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഒത്തിരി വലിയ ബഡ്ജറ്റിൻ്റെ വീടല്ല, ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇവനൊരു 50,000 60,000 ഒക്കെ ഒരു ഇതുള്ള ആൾക്കാർക്ക്, ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് പോലും ചെറിയ പ്രോപ്പർട്ടികൾ വാങ്ങാൻ പറ്റും. വീട് മേടിക്കുക, അതും ചെറിയ പ്രായത്തിൽ തന്നെ വീട് മേടിക്കുക. കാരണം നമുക്ക് ഇത്ര നാൾ അനുഭവ പരിചയം ഉണ്ടല്ലോ. മിക്കവാറും എല്ലാവർക്കും തന്നെ 45, 50, 55 വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരിടത്ത് എത്താത്തത് കൊണ്ട് നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ് പിള്ളേർ നേരത്തെ പ്രോപ്പർട്ടി മേടിക്കുക. അതൊരു നല്ലൊരു പ്രൗഡാണ്, അത് നല്ലൊരു ജോയുമാണ്. അത് നമ്മൾ പിള്ളേരുടെ കൂടെ തന്നെ പോയി ഓപ്പൺ ഹോമിന് പോവുക, അത് കണ്ടുപിടിക്കുക, അതിന് വിലയിടുക, അത് സെറ്റിൽ ചെയ്യുക, അതൊക്കെ ഭയങ്കര നല്ലൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പേരൻസും ഒരു പരിധി വരെ പൈസ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളും ഫിനാൻഷ്യലി ഒരു പരിധി വരെ സെറ്റിലായിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലും പൈസ ഇല്ല, പേരൻസിൻ്റെ കയ്യിലും പൈസ ഇല്ല, പിള്ളേരുടെ കയ്യിലും പൈസ ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം പിള്ളേർക്കൊരു ബാധ്യതയായി തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മളും എന്താ പറയുന്നത്, നമുക്കൊരു ബാധ്യതയല്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ജോയി പറഞ്ഞത്. ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളൊരു നിശ്ചിത എമൗണ്ട് കൊടുക്കുവാണ്, പിന്നെ അതിന് മുകളിലേക്ക് നമുക്കൊരു ലയബിലിറ്റി വരുന്നില്ല. മക്കളെ നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അല്ല നമ്മളെപ്പോഴും ഒരു സ്പൂൺ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്രോ ചെയ്യില്ല. അതാണ് വേറൊരു പ്രശ്നം ഇല്ലാത്തുള്ളത്. പക്ഷേ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് കയറുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ നല്ല സമ്പാദ്യശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്നതും പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ച മക്കളിലേക്കൊക്കെ ഉണ്ടാവണമെന്ന് താല്പര്യക്കാരാണ്. അപ്പോൾ ഞാൻ ഇതുവരെ സംസാരിച്ച എല്ലാ പാരൻസും അവർ മക്കളെ ഡെപ്പോസിറ്റിന് സഹായിക്കാനായിട്ട് മനസ്സുള്ളവരാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലല്ല, എല്ലാ പാരൻസിനും മനസ്സാണ്. പക്ഷേ ഇതിനകത്ത് മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതൊരു ടൂ മച്ച് ഇമോഷണലായി പോകില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പേരൻസിൻ്റെ കാര്യം കൂടെ നിലത്ത് നിർത്തണം, അതിനുശേഷമേ പിള്ളേരെ സഹായിക്കാവുള്ളൂ. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ഉണ്ടല്ലോ പേരൻസും താഴെ പോകും, പിള്ളേരും താഴെ പോകും. കാരണം പിള്ളേർക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പേരൻസ് എങ്ങനെയായാലും സഹായിക്കണം.
അപ്പോൾ പേരൻസിൻ്റെ കാലം നിലത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ മക്കളുള്ള ആൾക്കാർ ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു, അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അവർ അത് കൊടുത്തു, അവരത് ലോൺ റിപ്പേയ്മെന്റ് അത് ബാധ്യത പാരൻസിൻ്റെക്ക് വരും. അപ്പോൾ പിന്നെ അടുത്ത ആൾക്ക് വരുമ്പോൾ അതൊരു വിഷയമൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് എല്ലാവർക്കും ഈക്വലായിട്ട് നമ്മുടെ ഇതൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് 3 പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമോഷണലായിട്ട് നിൽക്കുന്ന ആദ്യത്തെ കുട്ടി വളർന്നു വന്നു, അവർക്ക് 10-20 വയസ്സ് കഴിഞ്ഞു, ജോലിയായി, അപ്പോൾ തന്നെ അവരെ ഉള്ള പൈസ മുഴുവനും കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കൊച്ചു വരുമ്പോഴത്തേക്കും ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ജോയിയെ വിളിച്ചാൽ മതി. ജോയി കാര്യത്തിലൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. ഇതേക്കുറിച്ച് പലരെയും ഇപ്പോൾ സഹായിച്ചിട്ടുണ്ട് ജോയിയെ. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ പഠിത്തം കഴിഞ്ഞ് ജോലിയിലായിട്ടുള്ള ഒത്തിരി പേര് ഇതിപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു മേഖലയാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുന്നത് നല്ലതാണ്. കാഷ്വൽ ജോലി ഉള്ളവർക്ക് ലോൺ കിട്ടാൻ എങ്ങനെയുണ്ട്? കാഷ്വൽ ജോലി ആണെങ്കിൽ 6 മന്ത്, പെർമനൻറ്റ് ജോലി ആണെങ്കിൽ ഈവൻ പെർമനൻറ്റ് കോൺട്രാക്ട് വിത്ത് 1 പേ സ്ലിപ്പ് അത് മതി. പക്ഷേ ഈ പാരൻസിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു നോമിനൽ റെൻ്റാണ് ബാങ്ക് കണക്ക് കൂട്ടുന്നത്. പിന്നെ ലിവിങ് എക്സ്പെൻസ് കുറവാണ് കണക്കൂട്ടുന്നത്. അത് വെച്ചിട്ട് അവർക്ക് കൂടുതൽ ബോറോയിങ് കപ്പാസിറ്റി കിട്ടും. പിന്നെ പ്രോപ്പർട്ടിയില്ല എന്നുള്ള റെൻറ്റും കൂടി കണക്ക് കൂട്ടും. അപ്പോൾ അതിൽ എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അവർക്ക് പ്രോപ്പർട്ടി ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ PR വേണോ അതോ PR ഇല്ലാത്തവർക്ക് PR വേണം? PR വേണം. ഇപ്പോൾ പിന്നെ പല സ്റ്റുഡൻസ്, ഇപ്പോൾ ഓവർസീസ് വരുന്ന സ്റ്റുഡൻസ് ആയാലും അവർക്കും അവർക്ക് വൺസ് അവർ PR കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റും. നമ്മുടെ പിള്ളേരെ പഠിച്ച് വലുതായിട്ട് വന്ന് ജോലി കിട്ടുന്നൊരു നേഴ്സാണ് കുട്ടിക്കും. ആ നേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റുകളുണ്ടോ? ഇപ്പോൾ ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ മറ്റേ ആസ് യൂഷ്വൽ അവർക്കുള്ള ബെനിഫിറ്റുകൾ യൂസ് ചെയ്യുക. അതായത് 10% നോ LMI അങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് യൂസ് ചെയ്യാം. ഈ 5% ഡിപ്പോസിറ്റ് അത് ഈ സ്റ്റുഡൻസിന് കിട്ടുമോ? ഹോം ഗ്യാരണ്ടി സ്കീം അത് കിട്ടും, ആർക്കും കിട്ടും. അത് നോർമൽ ക്രൈറ്റീരിയ ആണ്. 5% ഗ്യാരണ്ടിയിലുള്ളവർക്ക് ഇപ്പോൾ $5 ലക്ഷം വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപയുടെ ഡിപ്പോസിറ്റ് വേണ്ടി വരും? ഈ 5 ലക്ഷത്തിൻ്റെ വീട് മേടിക്കാൻ ഈ $25,000 മതി. $25,000 മതി. പിന്നെ സ്റ്റാമ്പ് അതർ ഗവൺമെൻറ് എക്സ്പെൻസസ് ഒക്കെ വേറെ വേണം. അതെ, അതായത് ഒരു $5 ലക്ഷം ഒരു വീട് മേടിക്കാനായിട്ട് നമ്മുടെ പിള്ളേർക്ക് ഈ 5% ഗ്യാരണ്ടി വരുന്നതാണെങ്കിൽ $25,000 മതി. അതിൻ്റെ കൂടെ ഇപ്പോൾ പിള്ളേരിൽ ഒരു 10,000-15,000 ഉണ്ടെങ്കിൽ പേരൻസിന് $10,000 ഇട്ട് കഴിഞ്ഞാലും പിള്ളേർക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇപ്പം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് ആദ്യം മേടിക്കണമെന്ന് വെച്ചോ. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിച്ചിട്ട് പിന്നീട് വേറെ ഇവരുടെ സ്വന്തം ഒക്യുപ്പൻസിക്ക് വേണ്ടിയിട്ട് വേറെ വീട് വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷേ ഈ ഹോം ഗ്യാരണ്ടി സ്കീം പോലുള്ള ചില ഗവൺമെൻറ് പദ്ധതികൾക്ക് അവർ എലിജിബിൾ ആയിരിക്കില്ല. കാരണം അതിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വേറൊരു പ്രോപ്പർട്ടിയിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഹോം ഗ്യാരണ്ടി സ്കീമും കിട്ടില്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് ആദ്യം മേടിക്കണമെങ്കിൽ അവർക്ക് കിട്ടില്ല. പിന്നെ ഈ മറ്റുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ബെനിഫിറ്റുകൾ ഇപ്പം ഇനി ഇവർ ഫ്യൂച്ചറിൽ അവരുടെ പാർട്ട്നേഴ്സുമായിട്ട് വീട് മേടിക്കാൻ നേരത്ത് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹോം ഓണേഴ്സ് ഗ്രാൻഡ് ഒക്കെ കിട്ടും. അപ്പോൾ പക്ഷെ അതിലും ചില ക്രൈറ്റീരിയസ് ഉണ്ട്. ഈ ഇങ്ങനെ വാങ്ങുന്ന പ്രോപ്പർട്ടിയിൽ അവർ ഒരിക്കൽ പോലും താമസിച്ചിരിക്കാൻ പാടില്ല. ഓക്കെ, അതിനൊക്കെ ക്രൈറ്റീരിയസ് ഉണ്ട്. അത് സ്റ്റേറ്റ് വൈസ് മാറ്റങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ എൻക്വയറി ചെയ്യണം. ഈ ഏതെങ്കിലും സമയത്ത് അവർ ആ വീട് അവർ താമസിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ കൂടെ അവർ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അവർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുമായിട്ടൊക്കെ വീട് വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ ഇവർ വൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിച്ച് നല്ലൊരു വീട് മേടിക്കാനുള്ള ഡെപ്പോസിറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നല്ല വീട് അല്ലാതെ വാങ്ങിച്ചൂടെ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എൻട്രി ചെയ്യുക, പ്രോപ്പർട്ടി മാർക്കറ്റിൽ. അതുകൊണ്ട് ഗുണമുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ വേണമെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ പേരൻസ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ 10%, 5% ഡിപ്പോസിറ്റിലും നമുക്ക് കിഡ്സിന് വേണ്ടി വീട് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ഒരു $5,000 അല്ലെങ്കിൽ $10,000 പേരൻസ് മുടക്കുക. അതേപോലെ തന്നെ കിഡ്സിനെ കൊണ്ട് ഒരു $10,000-15,000 ഉണ്ടാക്കിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഡിപ്പോസിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും നമ്മളിപ്പോൾ താമസിക്കുന്ന അതേ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതേ സ്ട്രീറ്റിൽ തന്നെ നമ്മൾ വീട് മേടിക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വീട് മേടിക്കാം. അത് വളരെ ഈസിയാണ്. ഇപ്പോൾ അതിനായിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഡാറ്റ ഒക്കെ വെച്ച് നമുക്കായാലും എൻക്വയറി ചെയ്ത് മേടിക്കാവുന്നതേ ഉള്ളൂ. അത് $1-2 അല്ല പലപ്പോഴും ലാഭം കിട്ടുന്നത്. ജോയി ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ $1 ലക്ഷം, $1.5 ലക്ഷം, $2 ലക്ഷം ഒക്കെയാണ്. $1 ലക്ഷം, $1.5 ലക്ഷം മറ്റൊക്കെ നമുക്ക് പണത്തുണ്ടാക്കണമെങ്കിൽ ഒരു 10-15 കൊല്ലം പിടിക്കും, അല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് നമ്മൾക്ക് വളരെ ഒരു ആത്മസന്തോഷം ഉണ്ടാകും. വളരെ ഹാപ്പി ആയിരിക്കും നമ്മൾ നമ്മുടെ കിഡ്സിനെ എത്രയും പെട്ടെന്ന് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തെന്നുള്ളത് കാര്യത്തിൽ. നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ, ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ജീവിത സ്റ്റൈലിന് വേണ്ടിയും ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയും പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 70 വയസ്സായെങ്കിൽ പോലും നമ്മൾ റിട്ടയർ ചെയ്യാത്തൊരവസ്ഥയെ. പക്ഷേ നമ്മൾ പിള്ളേർക്കായിട്ട് ആ സംഭവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മാർഗ്ഗങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. അപ്പോൾ ജോയി, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോർഗേജ് കിട്ടാനായിട്ട് ഏറ്റവും മോർഗേജിൻ്റെ ഒരു ചിങ്ങമാസം എന്ന് വേണമെങ്കിൽ പറയാം ഈ ജൂൺ മാസം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരെണ്ണോടി മേടിക്കാനൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സമയമാണ്. റീമോർഗേജ് ചെയ്യാനും ഒക്കെ നല്ല സമയമാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ട് നമ്മുടെ സർവീസബിലിറ്റി കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. ഇപ്പോൾ നമുക്കൊരു പ്രീ അപ്രൂവൽ കിട്ടാനായിട്ട് എത്ര സമയം എടുക്കും? പ്രീ അപ്രൂവൽ കിട്ടാനും അത് ഒരു 1 ഡേ ടൈമിലൊക്കെ കിട്ടും. ഒരു 1 ഡേ കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ മക്കൾക്കെല്ലാം നല്ല ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിലുള്ളത്, നല്ല അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു വീട് മേടിച്ച് താമസിക്കാനായിട്ട്, കുട്ടികളും കൊച്ചുകുട്ടികളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം.